എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ നിവർത്തിയില്ല. ഞങ്ങൾ ഇത് ബിരിയാണി എങ്ങനെ കൊടുക്കും? കാരണം ഏറ്റവും പരിമിതമായ പൈസ കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മെനു അടക്കം എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ജോലി ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, എവിടെ? അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോം ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. ഹായ് ഗൈസ്, പുതിയ മന്ത്രി ഒന്ന് പറഞ്ഞു ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ലേ. എന്റെ അപ്പാവിടെ ഒരു ഓമനും എന്റെ അമ്മാവിടെ പേര് തങ്കപ്പൻ. ഇത്രയുള്ള കാര്യം. ഹായ് ഗൈസ്. കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ കാലത്ത് വെള്ളാപ്പള്ളിയോടുള്ള സമീപനമൊക്കെ കോൺഗ്രസ് വലിയ തരത്തിൽ വിമർശിച്ചതാണ്. എന്നിട്ട് മിനിസ്റ്റർ ഇപ്പോ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസകൾ. മറുപടി ഇല്ലേ മിനിസ്റ്ററെ? ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ അതൊരു പോയിന്റാണ് കേട്ടോ. ഇപ്പോഴും വണ്ടി ഓട്ടുന്നത് പിണറായിയാണ്. അപ്പൊ മറ്റുള്ളവർ ബാക്കിലിരുന്ന് വണ്ടി ഓട്ടിയ ഓടൂല. എന്ത് തന്നെ ബാധ്യതകൾ ഉണ്ടെങ്കിലും ആ വണ്ടി ഓടിയും കൊണ്ടേയിരിക്കണം. പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോണ വണ്ടി കോഴിക്കോട് തന്നെയാണ് പോണ്, മാറിപ്പോണില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ആര് വന്നിട്ട് ആ വണ്ടി എടുത്ത് ഓട്ടിയാലും ടയർ പാഴ്സുകളൊക്കെ കട്ടപ്പുറത്ത് ഒന്നും നടക്കൂല. അപ്പൊ 5 പരിപാടി അവർ വികസനം പറഞ്ഞു. UDF അധികാരത്തിൽ വന്ന 5 കാര്യം പറഞ്ഞു. ഈ 5 കാര്യത്തിലും 4 പോക്കാണ്. ഒന്ന് മാത്രം എന്തിന് ഞങ്ങളുടെമാരുടെ കളവന്മാരിനെ പിടിക്കാൻ 3000 റുപ്യ ക്ഷേമ പെൻഷനാക്കിയിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ അങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടുമല്ലോ കുറച്ച് നോക്കുകയാണ്. എന്താ പറഞ്ഞാൽ പിണറായി വിജയന്റെ ആൾക്കാർക്ക് മാത്രമല്ല പെൻഷൻ കൊടുക്കുന്നത്, UDFിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, BJPയിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, ലീഗിലുള്ള അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നുണ്ട്, എതിർചേരിയിലുള്ള എല്ലാവർക്കും അച്ഛനമ്മമാർക്കും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അയാൾ അത് തുടർന്ന് കൊണ്ടുപോകണു. കയ്യിലുണ്ടായിട്ടല്ല, ഒക്കെ റൊട്ടേഷൻ. അവിടുന്ന് വാങ്ങി അവിടെ കൊടുത്ത്, അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുത്ത്, അങ്ങനെ വണ്ടി ഓടുന്നുണ്ട്, ഓടിയും കൊണ്ടേയിരിക്കുന്നുണ്ട്, നിന്നിട്ടില്ല. നിർത്താൻ ഇവർ ഒരുപാട് ശ്രമിച്ചു, നിൽക്കണില്ല. എത്ര സമരങ്ങളും നടത്തി, ഒരു സമരവും വിജയിച്ചിട്ടില്ല.